നമസ്കാരം. ഗുജറാത്തിലെ ഭാവ്നഗറിൽ നിന്നും കേരളത്തിലെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഭാവ്നഗർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസിന്റെ രണ്ടാമത്തെ ഭാഗമാണിത്. ഞങ്ങളിപ്പോൾ മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം രാവിലെ 6:26. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഈ മുന്നിൽ കാണുന്നതെല്ലാം അൺറിസേർവ്ഡ് ആണ്. 4 അൺറിസേർവ്ഡ് ആണ് ഇതിന് മുന്നിലായി തന്നെ ഉള്ളത്. അതിൻ്റെ തൊട്ട് പുറകിൽ കാണുന്ന ഈ സ്ലീപ്പർ ക്ലാസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. S1 ട്രെയിൻ നമ്പർ 19260. പിന്നെ ഈ ഭാഗത്തെ നെയിം ബോർഡ് ഒരു വ്യത്യസ്തമാണ്. കാരണം ഈ ട്രെയിൻ പുറപ്പെടുന്നതും എത്തിച്ചേരുന്നതും കർണാടകയിലെ ഒരു സ്റ്റേഷനിലും അല്ല. പക്ഷെ എന്നിട്ടും ഇവിടെ കന്നഡ ബോർഡ് കാണാം. അത് ഈ ട്രെയിനിൽ ഒട്ടുമിക്ക എല്ലാ കോച്ചുകളിലും ഇങ്ങനെയുണ്ട്. നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. ഇവിടെ മറ്റൊരു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്നും ഗുജറാത്തിലെ ജാംനഗറിലേക്ക് പോകുന്ന എക്സ്പ്രസ്. അതിൻ്റെ ഒന്നും അൺറിസേർവ്ഡിൽ നിന്നും തിരക്കേയില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് കൊങ്കൺ വഴി വരുന്ന പല വണ്ടികളിലും ശരിക്കും പറഞ്ഞാൽ കാസർഗോഡ് വരെയൊക്കെയാണ് നല്ല തിരക്കുണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ ആൾമോസ്റ്റ് എല്ലാം എംറ്റി തന്നെയാണ്. സ്ലീപ്പർ ക്ലാസിൻ്റെ വാഷ് ഏരിയൻ്റെ ഭാഗത്തൊരു വൃത്തിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ടോയ്ലറ്റ് അത്ര നല്ലതല്ല എന്ന് പറയാം. ഈ ടണൽ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഗോവയിലോട്ട് കയറും. പെർനേം ടണലാണിത്. മൺസൂൺ സമയത്ത് വളരെയധികം ഡേഞ്ചറായിട്ടുള്ളൊരു ടണലാണ്. പെർനേം സ്റ്റേഷനാണിത്. സ്കിപ്പ് ചെയ്യാണ്. തിരുവനന്തപുരം സെൻട്രൽ മുംബൈ ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ്. ഗോവയിലെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ തിവിമിലേക്ക് എത്തിയിരിക്കുകയാണ്. 7:17 ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കോച്ചിലെ ഒരുപാട് പേര് ഇവിടെ ഇറങ്ങി. അപ്പം അതൊക്കെ ഇനിയിപ്പോൾ വേക്കൻ്റ് തന്നെയാണ്. മഡ്ഗാവ് എന്തായാലും കയറും. ഇത് അൺറിസേർവ്ഡ് നിന്ന് ഇറങ്ങി വരുന്ന തിരക്കാണ്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. നിങ്ങൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കും കേരളത്തിൽ നിന്ന് മുംബൈ ഭാഗത്തേക്കും ഇനിയിപ്പോൾ ഗുജറാത്ത് സൈഡിലേക്കൊക്കെ സ്ലീപ്പർ ക്ലാസ്സിൽ പോകുമ്പോൾ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആകെ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പോകുമ്പം അസഹനീയമായ ചൂട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്നാമത്തെ പാർട്ടിൽ ഞങ്ങൾ വീണ്ടും പറഞ്ഞ കാര്യമാണ്, ഗുജറാത്തിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല രീതിയിൽ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്. കാരണം നല്ല ചൂടാണ്. പിന്നെ ഈ ഒരു തിവീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഗോവേൻ്റെ നോർത്ത് ഭാഗത്താണ് വരുന്നത്. നോർത്ത് ഗോവ എന്ന് പറയുമ്പോൾ ഒരുപാട് മനോഹരമായ ബീച്ചുകളൊക്കെ ഉള്ളത് ഈ തിവി ഭാഗത്ത് ഇറങ്ങി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കുറച്ച് പോകാനുണ്ട്. കലാംകുട്ടെ ബീച്ച്, ബാഗ ബീച്ച്, അഞ്ജുന ബീച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. ട്രെയിൻ നമ്പർ ഓൾറെഡി മെൻഷൻ ചെയ്തല്ലോ. അതുപോലെ തന്നെ S2 ആ കോച്ചിലെ ഒരു കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് എല്ലാവരും ഇറങ്ങിയെന്ന് തന്നെ പറയാം. ഇവിടുന്ന് ഇതുവരെ ട്രെയിൻ സിഗ്നൽ കിട്ടിയിട്ടില്ല. തിവിം റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും മുൻഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് WP5 ആണ്. ഇതാ വൈപ്പറൊക്കെ ഇട്ട് സെറ്റ് ആക്കുന്നുണ്ടല്ലോ. വണ്ടീനിപ്പോൾ ഇവിടുന്ന് ഇപ്പോഴേ എടുക്കൂല. കാരണം മഡ്ഗാവ് സാവന്തവാടി റോഡ് പാസഞ്ചർ ഇപ്പം ഇതുവഴി കടന്നു വരും. ഇപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ സിഗ്നലിൽ നിർത്തിയിരിക്കുകയാണ്. വാഷ് ചെയ്യുന്നുണ്ട്. അത് നല്ല രസമില്ല അത് കാണാൻ. അത് നിന്നു. ഇപ്പം നല്ലൊരു പവർഫുൾ ലോക്കോ, അതായത് സ്പീഡിൻ്റെ കാര്യത്തിലാണ്. വഡോദര ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WP5 ആണ്. അതങ്ങനെ വരുന്നുണ്ട്. ആ ട്രെയിൻ വരുന്നത് നമുക്കധികം കാണില്ല. കാരണം അതിൻ്റെ ഭാഗത്തൊരു ഗുഡ്സ് ട്രെയിൻ ഉണ്ട്. അതങ്ങ് അതിലൂടെയാണ് പോവുക. അപ്പോൾ അതവിടെ വരട്ടെ.
ഭാരതീയ റെയിൽ. ഈ ട്രെയിനിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഭാവ്നഗർ തിരുവനന്തപുരം നോർത്ത് നല്ല ഉള്ളത്. ഭാവ്നഗർ കൊച്ചുവേളി എന്നാണ്. ഇപ്പോഴും ഇതിൻ്റെ നെയിം ബോർഡൊന്നും മാറ്റിയിട്ടില്ല. അതുപോലെ ഇത് വെസ്റ്റേൺ റെയിൽവേൻ്റെ കീഴിലുള്ള വണ്ടിയാണ്. ഈ ട്രെയിനിൻ്റെ പല ഭാഗത്തെ അനൗൺസ്മെൻറ്റ് ഇപ്പോഴും കൊച്ചുവേളിയിൽ നിന്ന് തന്നെയാണ്. ഈ ട്രെയിനിൽ നിങ്ങൾക്ക് ഗോവ ഭാഗത്തുനിന്ന് കേരളത്തിലേക്ക് അൺറിസേർവ്ഡിലും വരാം. കാരണം തിരക്കേ ഇല്ല. ആ ട്രെയിൻ വന്ന് സുവാരി റിവർ. ഇത് മുഴുവനും കണ്ടൽക്കാടുകളാണ്. പാലുത സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെയാണ് വ്യൂ മുഴുവനുള്ളത്. ഇതുവഴി ഒരു റോഡൊക്കെ ഉണ്ട്. മനോഹരമാണ് ഈ ഭാഗം. ട്രെയിൻ ഇപ്പം മഡ്ഗാവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റോറോ കാണാം. അതായത് ട്രെയിനിൽ ലോറി കയറ്റി കൊണ്ടുപോകുന്നത്. കേരള വണ്ടികളൊക്കെ ഉണ്ട്. കർണാടക, തമിഴ്നാട്. ട്രെയിൻ ഇതാ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷന്റെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 8:40 8:50 വണ്ടി എടുക്കേണ്ടത്. 10 മിനിറ്റാണ് സ്റ്റോപ്പ്. പക്ഷേ ട്രെയിൻ 8:23 ആകുമ്പോഴേ എത്തി. ഇനി ഒരുപാട് നേരം സമയമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മഡ്ഗാവ് ചണ്ഡീഗഡ് സമ്പർക്രാന്തി ഉണ്ട്. അതുതന്നെയാണ് എറണാകുളത്തേക്കുള്ള വീക്ക്ലി എക്സ്പ്രസ്. അതിവിടെയുണ്ട്. ഇവിടെ ഓരോ ഷോപ്പുകളിലും ഒരുപാട് ചോക്ലേറ്റുകൾ കാണാം. ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ഇതാ രാവിലെ കഴിക്കേണ്ട ഭക്ഷണമുണ്ട്. ഇവിടുന്ന് അതും കൂടെ വാങ്ങിച്ച് നേരെ ട്രെയിനിലോട്ട് കയറാം. അവിടെ പൊറോട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്തായാലും വാങ്ങിക്കുന്നില്ല. ഇനി എന്തായാലും കേക്കോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാം. 8:50 ഇതാ മഡ്ഗാവെന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഈ ഗോവയിലേക്ക് വന്ന് കേരളത്തിലേക്ക് രാവിലെ പോകാൻ പറ്റിയ നല്ലൊരു ട്രെയിൻ തന്നെയാണ് നമ്മുടെ ഭാവ്നഗർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ്. ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിലും നിങ്ങൾക്ക് യാത്ര ചെയ്യാം. പിന്നെ ഇവിടെയുള്ളത് മുംബൈയിലേക്ക് പോകുന്ന മണ്ഡോവി എക്സ്പ്രസ്. പിന്നെ ഇവിടെ നിന്നൊരു ട്രെയിൻ റിവേഴ്സ് പോകുന്ന കാണുന്നില്ലേ, അതിനിപ്പം അവിടെ പോയിട്ട് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ട് വരും. ചണ്ഡീഗഡ് സമ്പർക്രാന്തി. മഡ്ഗാവ് സ്റ്റേഷൻ്റെ കോഡ് MAO എന്നാണ്. തുഗ്ലക്കാബാദ് ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WP7 ആണിത്. അതായത് ഡൽഹി ആ ഭാഗത്തുള്ളത്. ഞാൻ നേരത്തെ ഇതിൻ്റെ റേക്ക് ഷെയറിങ് പറഞ്ഞല്ലോ, അതിതാണ്. ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പിന് കാർവാർ. ഞങ്ങൾ ഗോവയിൽ നിന്ന് രാവിലെ കഴിക്കാൻ വാങ്ങിയത് ഒരു ഫ്രൂട്ട് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്രൂട്ട് സലാഡ്, പിന്നെ
ഓറഞ്ച് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇത് വീട്ടിലേക്ക് വാങ്ങിച്ചതാണ്, നമ്മുടെ ഗോവ സ്പെഷ്യൽ ചോക്ലേറ്റ്. ഇതിന് ഈ ചെറിയൊരു പാക്കിന് 150 രൂപയാണ് ആയത്. അപ്പോൾ ഇതെന്തായാലും എടുക്കുന്നില്ല, അത് നമുക്ക് വീട്ടിലെത്തിയ ശേഷം സാവധാനത്തിൽ കഴിയാം. അപ്പം രാവിലെ എന്തായാലും ഈ ഫ്രൂട്ട് ഇത് നല്ല തണുത്ത ഫ്രൂട്ട്സാണ്, കാരണം ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത് തന്നെയാണ്. ഇതിന് 50 രൂപയാണ്, ഈ കേക്കിന് 40 രൂപ. പിന്നെ ഇത് ഓറഞ്ച് 2 എണ്ണം മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഇപ്പോൾ ഇതുവഴി ഒരു ട്രെയിൻ കടന്നു പോകും, അതായത് കാർവാർന്ന് മഡ്ഗാവിലേക്കുള്ള പാസഞ്ചർ. അതേ വണ്ടി തന്നെയാണ് കാർവാർന്ന് KSR ബംഗളൂരുവിലേക്കുള്ള പഞ്ചഗംഗ എക്സ്പ്രസ് ആയിട്ട് പോകുന്നത്. ഇന്നലെ രാത്രി KSR ബംഗളൂരിൽ നിന്ന് പുറപ്പെട്ട വണ്ടിയാണ്. രാവിലെ ഇവിടെ കാർവാറിലെത്തി, അതിനുശേഷം അതിൻ്റെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉള്ളത് മഡ്ഗാവിലാണ്. അപ്പോൾ കാർവാർന്ന് മഡ്ഗാവ് വരെ അത് വെറുതെ വിടുന്നില്ല, ഒരു പാസഞ്ചർ ട്രെയിനായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് വീണ്ടും അത് മഡ്ഗാവിൽ കാർവാറിലേക്ക് വരും. എന്നിട്ടാണ് കാർവാറിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള പഞ്ചഗംഗയായിട്ട് പോകുന്നത്. കാൺകോൺ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്, അതായത് നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ കണകൊണ അങ്ങനെ പറയാം. അപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയത് ക്രോസിങ്ങിനാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് പോകുന്ന രാജധാനി ഇപ്പം ഇതുവഴി കടന്നു പോകും. 1 കിലോമീറ്ററിന് മുന്നേ ഉണ്ട് ആ വണ്ടി. അപ്പോൾ ഇനിയിപ്പോൾ രാജധാനി വരുന്നത് കാണാം. നാളെ ഉച്ചയ്ക്ക് തന്നെ ഹസ്രത്ത് നിസാമുദ്ദീനിലെത്തും. വെക്കേഷൻ ടൈമല്ലേ, ഒരുപാട് മലയാളികൾ ഡൽഹിയിലേക്ക് പോകുന്നുണ്ടാവും. ഇതിൽ 10:35 ട്രെയിൻ ഇതാ കർണാടകയിലേക്ക് എത്തിയിരിക്കുകയാണ്, കാർവാർ. ഒരുപാട് നാളത്തെ യാത്രയ്ക്ക് ശേഷം ഇതാ കർണാടകയിലെത്തി. ഇവിടെയും കൊച്ചുവേളി എന്ന് തന്നെയാണ് പറയുന്നത്. എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ ദുരന്തോ, ഇതിന് ഇവിടെ സ്റ്റോപ്പില്ല. ഈ ദുരന്തോയിൽ ഞങ്ങൾ യാത്ര ചെയ്തത് ഹസ്രത്ത് നിസാമുദ്ദീൻ നിന്ന് എറണാകുളത്തേക്കാണ്. സ്ലീപ്പർ ക്ലാസ്സിലാണ് യാത്ര ചെയ്തത്, RICയിൽ. അതായത് ഒരു ബെർത്ത് ഷെയർ ചെയ്ത് ഒരു 1.5 യാത്ര ചെയ്യുന്നു. അത് ഡിസംബർ മാസത്തിൽ കൊടും തണുത്ത ആ ഒരു സമയത്ത്. ദുരന്തോ, വന്ദേ ഭാരത്, രാജധാനി, ശതാബ്ദി, ഈ ട്രെയിനിലൊക്കെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഫുഡും കൂടെ അതിൽ ഇൻക്ലൂഡാണ്. ഞങ്ങൾക്കിപ്പോൾ പൊതുവേ ഈ റെയിൽവേൻ്റെ IRCTC ഫുഡ് ഇഷ്ടമേ അല്ല. അതായത് ഈ IRCTC പറയുന്ന ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ ചോറ്, അതുപോലെ തന്നെ ഒരു പരിപ്പ് കറി, ദാല്, പിന്നെ ഒരു നോൺ വെജ് ആണെങ്കിൽ ചിക്കൻ കറി ഇടും. ആ ഒരു മെനു അല്ലാതെ ഇവർക്ക് വേറൊരു മെനു ഇല്ല. നമ്മുടെ കേരളക്കാർക്ക് ഇവർ നോർത്ത് ഇന്ത്യൻ ഫുഡൊന്നും ചില സമയത്ത് എന്താ പറയുക കഴിക്കാൻ പറ്റണമെന്നില്ലല്ലോ. എനിക്കായാലും ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു മടിയാണ്. ഞങ്ങളിനിപ്പോൾ ഇതുപോലുള്ള ട്രെയിനിൽ യാത്ര ചെയ്യുവാണെങ്കിൽ ഫുഡ് എന്തായാലും ഓപ്ഷൻ കൊടുക്കൂല. ട്രെയിൻ ഇപ്പം 120 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത സ്റ്റോപ്പ് ബൈന്ദൂരാണ്, ഒരു 20 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. WP5ൻ്റെ കാര്യത്തിലല്ലേ പോകുന്നത്, പിന്നെ എങ്ങനെ സ്പീഡില്ലാതെ പോകും?
ഇവിടെ ട്രാക്കിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇവരൊക്കെയാണ് നമ്മൾ സമ്മതിക്കേണ്ടത്. ഈ ചുട്ട് കൊള്ളുന്ന വെയിലത്ത് എത്ര കിലോമീറ്ററുകളോടെ ഇവർ നടക്കണം. ഈ ട്രാക്കിലത്തെ ഓരോ കാര്യങ്ങളും റെഡിയാക്കേണ്ടത് ഇവരാണ്. ഇവരങ്ങനെ നടക്കും. 1:05 ട്രെയിൻ ഇതാ ബൈന്ദൂരിലെത്തി. മൂകാംബിക റോഡ് ബൈന്ദൂർ. മൂകാംബികയൊക്കെ പോയിട്ട് കേരളത്തിലേക്ക് പോകുന്നവർ ഇതാ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല സമയമല്ലേ, നല്ല വണ്ടിയും. നല്ല റെയിൽവേ സ്റ്റേഷനാണ്, നല്ല വീതിയുള്ള പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇത് ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട്. ഈ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയാൽ തന്നെ ഇവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട്. പിന്നെ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ തന്നെ ഓട്ടോയും ബസ്സൊക്കെ കിട്ടുമല്ലോ. അത് പകൽ സമയങ്ങളിൽ മാത്രം. 6 മണിക്ക് ശേഷം ഇവിടുന്ന് ബസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇന്നൊരു ബുധനാഴ്ചയാണ്. ഇവിടുന്ന് ഇപ്പം മൂകാംബികയിൽ നിന്ന് ദർശനമൊക്കെ കഴിഞ്ഞ ശേഷം കേരളത്തിലേക്ക് പോകാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. ഇത് വ്യാഴാഴ്ചയാണ് എന്താ പറയുക ഉച്ചതിരിഞ്ഞ് 3:45 തിരുവനന്തപുരം നോർത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഗുജറാത്ത് ഭാഗത്തേക്ക് വരുന്നത്. ഇതിന് പുറമെ വേരവൽ വണ്ടി, നമ്മളെ ഗാന്ധിധാം വണ്ടിയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ കയറി കഴിഞ്ഞാൽ മൂകാംബികയിലേക്ക് വരാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ്. പിന്നെ ഇവിടെ വെയിറ്റിംഗ് റൂം സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. ലോക്കോ പൈലറ്റാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി വെള്ളമൊക്കെ വാങ്ങിച്ചു പോകുന്നത്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ട്രെയിൻ ഇപ്പോൾ ഉടുപ്പി എത്തി. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. അടുത്തതിന് മംഗളൂരു ജംഗ്ഷനാണ്. 62 കിലോമീറ്ററിൻ്റെ പോകാൻ. ഈ ട്രെയിനിൻ്റെ സമയം 2 മണിക്കൂർ 10 മിനിറ്റാണ്. അത്രയൊന്നും വേണ്ട, ബാക്കി സ്ലാക്ക് ടൈമിംഗ് ആണ്. From platform number 2, wish you all a very happy and comfortable journey. മംഗളൂരു ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ഒരു ട്രെയിൻ പോകുന്ന കാണുന്നില്ലേ, അത് പോയത്. ഇത് മംഗളൂരു സെൻട്രൽ വിജയപുര സ്പെഷ്യൽ ട്രെയിൻ. കൊങ്കൺ റെയിൽവേയിൽ നിന്ന് മാറി ഇപ്പോൾ സദേൺ റെയിൽവേയിലേക്ക് കയറിയിരിക്കുകയാണ്. മംഗളൂരു ജംഗ്ഷൻ 3:03 ഇവിടെ 3:10 3:15 എടുക്കുന്ന ട്രെയിനാണ്. നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് സമയമുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങാം. ഇവിടെ തിരുവനന്തപുരം നോർത്ത് നിന്ന് തന്നെയാണ് അനൗൺസ്മെന്റ്. പാലക്കാട് ഡിവിഷൻ ആണല്ലോ. Train number 1926 Bhavanagar Tirunelveli North Express from Bhavanagar to Tirunelveli North via Kottayam on platform number 3. ഇത് ഞങ്ങൾ ഇവിടുന്ന് 2 മീൻകറി ഊണ് വാങ്ങിച്ചിരിക്കുകയാണ്. അങ്ങനെ മംഗളൂരു ജംഗ്ഷൻ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അടുത്തതിന് കാസർഗോഡാണ് സ്റ്റോപ്പ്. നല്ലൊരു വളവാണ്. ഒരുപാട് നാളായി രുചിയോട് കൂടിയ നല്ല ഭക്ഷണം കഴിച്ചിട്ട്. അപ്പം ബിരിയാണി ഉണ്ടായിരുന്നു, പക്ഷേ ബിരിയാണി ഈ ചൂടത്ത് കഴിക്കാനേ ആവില്ല. അതുകൊണ്ട് തന്നെയാണ് ഊണ് വാങ്ങിച്ചത്. ഒരു മീൻ ഫ്രൈ ഉണ്ട്, മീൻ കറിയും ഉണ്ട്. ഒരു ഊണിന് 120 രൂപയാണ് ആയത്. ചോറിലേക്ക് ഇതാ മീൻ കറിയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നല്ല വലിയൊരു മീൻ ഫ്രൈ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു അച്ചാർ കൂടി ഉണ്ട്. ഇനി പെട്ടെന്ന് തന്നെ കഴിക്കാം. തിരിച്ചിതാ കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാസർഗോഡ് 3:57.
കാസർഗോഡ് സ്റ്റേഷനിൽ നവീകരണമാണ് ഇപ്പോൾ. ഇവിടേക്കൊരു ട്രെയിൻ വരുന്നുണ്ട്. ഇത് വഴിതിരിച്ചു വിട്ട വണ്ടിയാണ്. വേളാങ്കണ്ണി വാസ്കോഡ ഗാമ. ഇതിപ്പോൾ കുറേ ആയി നമ്മൾ ഈ റൂട്ട് വഴി കടന്നു പോകാൻ തുടങ്ങി. ഭാവ്നഗറിന് ഇന്നലെയാണല്ലോ ട്രെയിൻ കയറിയത്. ഈ സമയം വരെ ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കാസർഗോഡ് നിന്നാണ് ടി കയറിയത്, അതായത് പാലക്കാട് ഡിവിഷനിലേക്ക് കയറി. ഇന്നലെ വിറങ്കം, അഹമ്മദാബാദ്, വഡോദര വഴിയൊക്കെ വലിയ വലിയ സ്ഥലത്തൂടെയൊക്കെയാണല്ലോ വന്നത്. ടി നമ്മുടെ ഭാഗത്തേക്കേ വന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് പയ്യന്നൂർ വരെയാണ്. നീലേശ്വരത്തോ കാഞ്ഞങ്ങാടോ വണ്ടി നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ ഇറങ്ങും, അല്ലെങ്കിൽ പിന്നെ നേരെ പയ്യന്നൂർ വഴി ഇറങ്ങും. കാസർഗോഡ് നിന്ന് ഇതാ വണ്ടി എടുത്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. ഈ ട്രെയിന് കാഞ്ഞങ്ങാട് സ്റ്റോപ്പ് കാണാമായിരുന്നു. ഇപ്പോൾ കാസർഗോഡ് വിട്ടാൽ പിന്നെ പയ്യന്നൂർ മാത്രമല്ലേ ഉള്ളൂ സ്റ്റോപ്പ്. നീലേശ്വരം. ഞങ്ങൾക്ക് പോകേണ്ട റോഡ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണും, നമ്മുടെ വീട്ടിലേക്കുള്ള റോഡ്. അപ്പോൾ ഇതാ നീലേശ്വരമൊക്കെ സ്കിപ്പ് ചെയ്യാണ്. പയ്യന്നൂരിലേക്ക് എത്തുകയാണ്. നല്ല മഴയാണ്. ഗുജറാത്തിലെ ഭാവ്നഗറിൽ നിന്നും 1735 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം 4:33. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഇവിടെയും നവീകരണമാണ്. കേരളത്തിലേക്ക് എത്തിയ ഉടനെ തന്നെ മഴ നമ്മളെ സ്വീകരിച്ചിരിക്കുകയാണ്. കൊടും ചൂടിൽ നിന്നാണല്ലോ വന്നത്. ഒരു ആശ്വാസം തന്നെയാണ് ഈ മഴ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഓട്ടോ സ്റ്റാൻഡ്. ഇവിടെ പ്രീപെയ്ഡ് ഓട്ടോ ബൂത്ത്. പിന്നെ അവിടെയാണ് ടൗണിലേക്കുള്ള ബസ് സൗകര്യമൊക്കെ. അവിടെ തന്നെയാണ് പുതിയ പാർക്കിംഗ് ഒക്കെ ഉള്ളത്, 2 വീലറും 4 വീലറും. പിന്നെ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. നവ്യനെ അവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഈ ഭാഗമൊക്കെ അടിമുടി മാറുകയാണ്. ഞങ്ങളിപ്പോൾ പോകുന്ന ട്രെയിൻ താമ്പരത്ത് നിന്ന് മംഗളൂരിലേക്കുള്ള എക്സ്പ്രസ്സാണ്. അതിവിടെ എത്താനായി. പഴയങ്ങാടി കഴിഞ്ഞ വണ്ടി. അങ്ങനെ മംഗളൂരു എക്സ്പ്രസ് ഇതാ കടന്നു വരികയാണ്. ഇന്ന് കുറച്ച് ഡിലേ ആണ്. ഞങ്ങൾ പുറകിൽ കയറാന്ന് കരുതി. തിരക്കുണ്ട് ഇവിടുന്ന്. അങ്ങനെ പയ്യന്നൂരിൽ നിന്ന് യാത്ര ചെയ്ത് ഞങ്ങളിതാ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിന്ന് യാത്ര ചെയ്ത ഭാവ്നഗർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന് കോട്ടയം വഴിയാണ് കടന്നു പോവുക. നാളെ വെളുപ്പിന് 3 മണിയൊക്കെ ആകുമ്പം തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷനിലെത്തും. ഇത് നാളെ തന്നെ തിരിച്ചു പോകുന്നുണ്ട്. അതായത് നാളെ വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച വൈകുന്നേരം 3:45 ഭാവ്നഗറിലേക്ക് പോവുക. വണ്ടിയെടുത്ത് നേരെ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി 20 കിലോമീറ്ററും കൂടെ പോകാനുണ്ട്. നല്ല മഴയാണ്. ഇതാ മഴയ്ക്ക് ഇതാ ഈ ഭാഗത്ത് കയറി നിന്നിട്ടാണുള്ളത്. ഞങ്ങളുടെ കയ്യിൽ പിന്നെ റെയിൻകോട്ടൊന്നുമില്ല. ഇത് അപ്രതീക്ഷിതമായി വന്ന മഴയാണല്ലോ. ഇതിനിപ്പോൾ കഴിയാതെ പോക്ക് നടക്കൂല. എന്തായാലും ഇവിടെ സ്റ്റക്കായി തന്നെ പറയാം.
ഓരോ ബസ്സും പോകുന്നത് നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കുക അല്ലാതെ വേറെ രക്ഷയില്ല. സമയം 7:30ആയി. എന്തൊരവസ്ഥ നോക്കിയേ. ഈ മഴ കുറയുന്ന ലക്ഷണമേ ഇല്ല. കാരണം നമ്മുടെയൊക്കെ വീടുള്ളത് മലയോരാണല്ലോ. ഒന്ന് എത്തിപ്പെടാൻ പെട്ട പാട്. ഞങ്ങൾ ഈ മഴ പ്രതീക്ഷിച്ചതേയില്ല. കാരണം യാത്ര തുടങ്ങുമ്പോൾ നല്ല വെയിലൊക്കെ ആയിരുന്നു. അവസാനെത്തുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാണല്ലോ ഈ മഴയൊക്കെ വരുന്നത്. മഴ കുറയാതെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവും ചെയ്യില്ല. നല്ല മിന്നലൊക്കെ ഉണ്ട്. ഒരു 10 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം. സമയം 8:40ആയി. ഇപ്പോഴാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയത്. മഴ കുറഞ്ഞിട്ടൊന്നുമില്ല. മഴയൊക്കെ നനഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. ഞാൻ എൻ്റെ ഷർട്ടൊക്കെ മാറ്റി. അതുപോലെ നാവി വേറെ ഏതൊക്കെയോ ഷർട്ടൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അപ്രതീക്ഷിതമായിട്ട് വന്ന മഴയാണല്ലോ. അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ആയിപ്പോവും. ഒരുപാട് വരണം അങ്ങനെ നനഞ്ഞു ഒന്നും പറയാം. പിന്നെന്താ പറയാ, കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, രുചിയായിട്ട് കുറച്ച് ഭക്ഷണം, നല്ല ചോറും മീനും ഒക്കെ കൂട്ടി കഴിക്കാൻ തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ ഈ ഗുജറാത്ത് സൈഡിലൊക്കെ പോയ സമയത്ത് അവിടെ കൂടുതലായിട്ട് ഈ പറഞ്ഞ റൊട്ടിയും മറ്റേ ദാലും ചോറും ഒക്കെ ആണല്ലോ കിട്ടുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ഈ ഗുജറാത്ത് യാത്രയില് ചെറിയ രീതിയിലുള്ള വയറിനൊരു പണിവൻ അങ്ങനെയല്ല, ഒരു ചെറിയൊരു വയറ് വേദനയൊക്കെ ഉണ്ട്. അതെന്താ അറിയോ, ഈ അവിടെ നമുക്ക് കിട്ടുന്ന ഓയിലുകളൊക്കെ വളരെയധികം വ്യത്യസ്തമാണ്. അതായത് ഇപ്പം ഫുഡിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഫുഡ് പോയിസൺ വരുന്ന രീതിയിലുള്ള ഫുഡല്ല അത്. വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ്, നല്ല ഫുഡ് തന്നെയാണ്. പക്ഷെ അവർ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കുന്ന ആ ഒരു ഓയിലില്ലേ, വെളിച്ചെണ്ണയല്ലേ അത്. ചില സ്ഥലം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ അത് മറ്റേ കടുകോയിലൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ പരുത്തിക്കുരുവിന്റെ എണ്ണയില്ലേ, അതായത് കപ്പാസിയ എന്നൊക്കെ പറഞ്ഞ സംഭവം, അങ്ങനത്തെ എണ്ണ ചേർക്കുമ്പോൾ നമ്മുടെ മലയാളീസ് അത് കഴിക്കുന്നില്ല. നമുക്ക് ചിലപ്പോൾ അത് വയറ്റിന് ചിലപ്പോൾ പിടിക്കണമെന്നില്ല. അപ്പൊ ആ ഒരു ഭയങ്കര ഒരു ഓയിലിന്റെ വെല്ലുവിളി നല്ല രീതിയിൽ ഫുഡിലൊക്കെ ഭയങ്കര വിഷയം വരും. അപ്പൊ നാട്ടിലെത്തിയ ശേഷമേ നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഒരാഴ്ച എടുക്കുമ്പോൾ നല്ല രീതിയിൽ സെറ്റായി വരാൻ വേണ്ടിട്ട്. ശരിക്കും നോർത്ത് ഇന്ത്യയിലേക്ക് നമ്മൾ യാത്ര പോയാൽ പെട്ടെന്ന് മെലിയാ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫുഡാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അത് യാത്ര ചെയ്യുന്നവർക്ക് അതിന്റെ അറിയാം അവസ്ഥ. അത് നമ്മളിപ്പോ നല്ല രീതിയിൽ സ്വിഗ്ഗി സൊമാറ്റോ വഴി ഓർഡർ ചെയ്താലും കിട്ടുന്ന ഭക്ഷണമൊക്കെ കണക്ക് തന്നെയാണ്. സത്യം. അപ്പൊ എന്താ പറയാ, ഈ ഒരു യാത്ര എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റേ ബൈ.